ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചു വിശേഷങ്ങൾ ഇന്നത്തെ ഞാൻ കാണിച്ചു തരാവേ. നാളെ വെളുപ്പിനെ 4:30 തൊട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പാക്കി കാണിച്ചു തരാം കേട്ടോ. 4:30 ഇടയത്താഴം കഴിക്കാൻ 4:30 4 മണിയായ ടൈമിൽ ഞങ്ങൾ എഴുന്നേറ്റായിരുന്നു. പിന്നെ ഒരു 4:30 ആയപ്പോൾ തന്നെ എമിലു ഞങ്ങളുടെ കൂടെ എഴുന്നേറ്റ് വന്ന് ഒന്ന് കഴിയത്തൊന്നുമില്ല കേട്ടോ. ചുമ്മാ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയടിച്ച് നടക്കത്തതേ ഉള്ളൂ. അവനിക്ക് ഉറങ്ങുന്നതിലൂടെ വലിയ താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു അനക്കം കേട്ടാൽ തന്നെ പെട്ടെന്ന് ആൾ ചാടി ഇങ്ങനെ എഴുന്നേറ്റിങ്ങി വരും. പിന്നെ ആ ഉറക്കം കംപ്ലീറ്റ് അങ്ങ് പോവും. അപ്പോൾ എമിലുമായിട്ടുള്ള ആ ഒരു ടൈമിൽ കുറച്ചൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാവേ. ഹലോ, ഇപ്പം 4:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടയത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റാണ്. നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻസ് ലാസ്റ്റ് ഒരു കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. അതുകൊണ്ട് ഇപ്പം സമയം 4:30 അതുകൊണ്ട് ഇവിടെ ഒരാൾ എഴുന്നേറ്റ് വന്ന് കളിക്കുമായിരുന്നു. പിന്നെ ഞാൻ കട്ടൻ ചായ കുടിക്കുന്ന കണ്ടപ്പം അവനിക്കും വേണമെന്ന്, അങ്ങനെ പിന്നെ അവനിക്കും കുറച്ച് കൊടുത്ത്. പിന്നെ ആൾ കുറേ കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയതും ഒക്കെ. കുറേ നേരം അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ അതേണ്ട ഉമ്മായി എമിലൂസൂടി എന്തൊക്കെയോ കാര്യമായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട്. എല്ലാം അറിയാവുന്ന മട്ടിൽ അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണോ അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ ഒരു 10 മണി ആയ ടൈമിൽ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. എനിക്കാണെങ്കിൽ സ്റ്റാറിൽ പോകേണ്ടേ ഉണ്ടായിരുന്നു. വേറെ ഒന്നിനുമല്ല, അലർജി ഉണ്ടായിരുന്നു. നല്ല അലർജി എനിക്ക് കൂടിയിരിക്കുമായിരുന്നു. നല്ലതുപോലെ കൂടിയിരുന്ന ടൈമിലെ ഞാൻ അവിടെ ഡോക്ടറെ കാണുന്നത് കണ്ട് എനിക്ക് എന്താ നല്ല ചേഞ്ച് ആയിരുന്നു. പക്കായിട്ട് എനിക്ക് ഫുള്ളായിട്ടെന്നല്ല, പിന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നായിരുന്നു. അങ്ങനെ ഇപ്പം മെഡിസിൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല. മെഡിസിൻ കുറഞ്ഞല്ലോ എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നിന്നു. പക്ഷെ എനിക്കത് ഭയങ്കര അബദ്ധമായി പോയായിരുന്നു. മെഡിസിൻ അന്നേരം എടുത്ത് വീണ്ടും ഡോക്ടറെ കാണേണ്ടതായിരുന്നു. ഞാൻ കാണാൻ തന്നെ ഇരുന്ന് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ടെസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇനിയിപ്പോൾ ആ ടെസ്റ്റ് ചെയ്തിട്ട് പോയി കാണാമെന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഇരുന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ ടെസ്റ്റിന് അടുത്ത മാസമേ ഉള്ളൂ. അപ്പം ഞാൻ മെഡിസിൻ നിർത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഭയങ്കരമായിട്ട് അലർജി അങ്ങ് കൂടിയായിരുന്നു. ഭയങ്കര തുമ്മല, പൊടിയൊന്നും ഒട്ടും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ഇന്ന് ഇപ്പോൾ വീണ്ടും എനിക്ക് മരുന്ന് എഴുതി തന്നു. 3 മാസത്തേക്കുള്ള മരുന്നായിരുന്നു. അങ്ങനെ ഇപ്പോൾ 1 മാസത്തേക്ക് മരുന്ന് എനിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അലർജിയുടെ ടെസ്റ്റ് കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അടുത്ത മാസമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ റെഡിയായി ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുന്നതിൻ്റെ ഒരു ക്ലിപ്പ് കാണാം. ഹലോ പറഞ്ഞേ. എമിലു ദാണ്ടായി വലിയ കാര്യത്തിൽ ഓടിപ്പോകുന്നത്. ഇവിടെ നമ്മുടെ അടുത്തൊരമ്മയുണ്ട്. ആ അമ്മയെ കാണാൻ വേണ്ടി ഓടിപ്പോവുക കേട്ടോ. ഇവനെ കാണാൻ അവരെപ്പോഴും വരികയൊക്കെ ചെയ്യും. പിന്നെ ഇത് കണ്ടേ എമിലു ഇരുന്ന് ചിരിക്കുന്നത്. എമിലുവിൻ്റെ ഫേസിലോട്ട് വെയിലടിക്കുന്നുണ്ടായിരുന്നേ. അവന് ക്യാപ്പ് വെച്ച് കൊടുത്തിയ. അന്നേരം അവനത് ഊരി ഫസ്റ്റ് ഒന്ന് എടുത്ത് കളഞ്ഞു. പിന്നെ അത് വെച്ച് എന്തൊക്കെയോ ഇരുന്ന് കാണിച്ചിരുന്ന് കളിക്കും ആള്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡോക്ടറെ കണ്ടതിന് ശേഷം വെച്ച് നമ്മൾ മെഡിസിൻ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോകുന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നായിരുന്നേ. ഹാജുവിനൊക്കെ വന്നായിരുന്നു വിളിക്കാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം വെച്ച് എമിലൂസിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെ നല്ലതുപോലെ അവനൊന്ന് ഉറക്കിയിട്ടുണ്ട്. കാരണം അവൻ്റെ ഒരു ഉറങ്ങുന്ന ടൈം എന്ന് പറയുമ്പോൾ ഒരു 10 മണി തൊട്ട് ഒരു 12-12:30 ആ ഒരു ടൈം വരെയൊക്കെ നല്ലപോലെ ഒന്ന് ഉറങ്ങും. അവന് ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു. ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു ടൈമിൽ കിടന്നുറങ്ങി. ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കിന് ചോറ് കൊടുത്താൽ മതി. പിന്നെ ഇപ്പം അതുവരെയുള്ള കാര്യങ്ങൾ വെച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത്. ഇനി വൈകിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ അതോടെ ഇൻക്ലൂഡ് ആകാം കേട്ടോ. ഇതുവരെ ഇത്രയും കാര്യങ്ങളിലാണ് വന്നെത്തിയിരിക്കുന്നത്. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് നമുക്ക് നോമ്പൂരൊക്കെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണമായിരുന്നു. എല്ലാം ഒരുവിധം സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ എല്ലാം ഒന്ന് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ച്. നമുക്കിന്ന് സ്പെഷ്യൽ പോക്കറ്റ് ഷവർമയായിരുന്നേ. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരാളുകൂടി എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. ചിരിക്കുന്നത് എങ്ങനെയാ? എങ്ങനെ ചിരിക്കുന്നേ? എങ്ങനെ ചിരിക്കുന്നേ? ചിരി വരുന്നുണ്ടോ? അവിടെ ഒരു അപ്പൂപ്പന്താടി പറക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ആള് നോക്കി നിൽക്കുക കേട്ടോ. അതെങ്ങോട്ടേക്കാ പോകുന്നേന്ന് വീക്ഷിക്കുക. ഹലോ പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കിയേ. ടാറ്റാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പിന്നെ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ. കേട്ടോ.